ഹായ് മക്കളെ, +2 റിസൾട്ട് വന്നു കഴിഞ്ഞു. പലർക്കും നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് തന്നെ എല്ലാ സബ്ജക്റ്റിലും കിട്ടിയവരായിരിക്കാം. എങ്കിലും ചിലർക്ക് അവർ വിചാരിക്കുന്ന പോലെ മാർക്കുകൾ ലഭിക്കാത്തവരായിരിക്കാം. ഈ പറയുന്ന രണ്ട് കൂട്ടരുടെയും പ്രധാന സംശയമാണ് +2വിന് ശേഷം ഇനി എന്ത്, ഏത് കോഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്, ഏത് കോഴ്സ് ചൂസ് ചെയ്താലാണ് നല്ല രീതിയിലുള്ള ജോലികൾ ഞങ്ങൾക്ക് ലഭിക്കുക, ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോലി ലഭിക്കണമെങ്കിൽ ഏത് സ്ട്രീമാണ് +2വിന് ശേഷം ഞങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള കുറേ സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടാകും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആ പറയുന്ന കോഴ്സിന് വലിയ സാധ്യതകളായിരിക്കാം. പക്ഷേ ഇനി അങ്ങോട്ടൊരു 3-4 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങളത് പാസ് ഔട്ട് ആവുക. ആ മൊമെൻറ്റിലും ആ പർട്ടിക്കുലർ കോഴ്സിന് നല്ല സ്കോപ്പ് ഉള്ളതായിരിക്കേണ്ടത്, തീർച്ചയായും ആയിരിക്കണം. സോ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ തിരഞ്ഞെടുക്കുക എന്ന സംശയം പലർക്കും ഉണ്ടാകും. കാരണം ഈ മൊമെൻറ്റിൽ 100 കൂട്ടം കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളോട് പറയുക, ഇതെടുക്കുക, ഇതെടുക്കരുത്, ലൈക്ക് അങ്ങനെ പല സജഷൻസും നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അതിലേത് കൊള്ളണം, ഏത് തള്ളണം എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാത്തൊരു മൊമെൻറ്റിലൂടെ ആയിരിക്കും പലരും, കേരളത്തിലുള്ള ബഹുഭൂരിപക്ഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇതിനെല്ലാമുള്ള സൊല്യൂഷനുമായിട്ട് 28 മെയ് രാത്രി കൃത്യം 7:30 സൈലം ടീം മുഴുവനും വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് 12 CBSE എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും +2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലും നമ്മൾ എന്തായാലും ലൈവ് ഉണ്ടായിരിക്കും. പാരലലിയാണ് ലൈവ് ഉണ്ടാവുക. സോ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഇതേ സംശയമുള്ള നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലോട്ടും ഈ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. എല്ലാവരും വരിക. എല്ലാവർക്കുമുള്ള എല്ലാ സംശയത്തിനും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആരും മിസ്സാക്കരുത്. നമുക്ക് കാണാം.